ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂണിറ്റ് 6 വൻകരകളും സമുദ്രങ്ങളും, കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ്. സമുദ്രങ്ങൾ ഭൗമോപരിതലത്തിലെ വിശാലമായ ജലഭാഗങ്ങളെ സമുദ്രങ്ങൾ എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 2 ഭാഗവും സമുദ്രങ്ങളാണ്. Oceans. The vast water bodies on the surface of the earth is called oceans. About 2/3 of the earth's surface is covered by oceans. വൻകരകൾ സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ. കോണ്ടിനെന്റ്സ്. Continents are vast land masses located in between the oceans. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ. ഗ്ലോബ് നിരീക്ഷിച്ചാൽ ഏതൊക്കെ വൻകരകൾ കാണാൻ കഴിയും? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഓരോ വൻകരകളുടെയും സവിശേഷതകൾ പരിശോധിക്കാം. Continents are vast land masses located in between the oceans. Identify the continents from the globe. Asia, Africa, North America, South America, Antarctica, Europe, Australia. Let us examine the features of the continents one by one. ഏഷ്യ ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നു. ഏഷ്യ is the largest continent. It is located to the north of the Indian Ocean. It is the world's most populated continent. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഇവിടെയാണ്. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, മഴ തീരെ കുറവായ പ്രദേശങ്ങൾ, വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ, മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ വൻകരയിൽ കാണാം. India is part of this continent. Mount Everest, the highest peak in the world, is situated here. The continent has regions that enjoy diverse climatic features like heavy rainfall, low rainfall, snowfall, extreme heat, moderate heat and cold. ചൈനയിലെ നെൽകൃഷി. നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങി വിവിധ തരം വിളകൾ കൃഷി ചെയ്യുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. Crops like paddy, wheat and maize are cultivated in this continent. Asia is the largest producer of paddy in the world. ആഫ്രിക്ക. ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ജനവാസത്തിൽ 2ാം സ്ഥാനം. കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്. അതുകൊണ്ട് കൃഷി വളരെ കുറവാണ്. Africa is the second largest continent. It is located between the Indian Ocean and the Atlantic Ocean. It stands second in population. Most of the regions are desert. Hence agriculture is sparse. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഇവിടെയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നെയിൽ ഈ വൻകരയിലൂടെ ഒഴുകുന്നു. The Sahara, the world's largest desert, is located here. The Nile, the world's longest river, flows through this continent. ലോകത്തെ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ഈ വൻകരയിൽ കാണാം. ആഫ്രിക്ക വൻകരയിലെ പ്രധാനപ്പെട്ട ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് ശേഖരിച്ച് സാമൂഹ്യശാസ്ത്ര ലാബിലെ കമ്പ്യൂട്ടറിൽ പ്രത്യേക ഫോൾഡറിൽ സൂക്ഷിക്കുക. ഡെൻസ് forests with the world's richest animal diversity exist in this continent. അപ്പോൾ ആഫ്രിക്കയെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ജനവാസത്തിൽ 2ാം സ്ഥാനം. കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്. അതുകൊണ്ട് കൃഷി വളരെ കുറവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഇവിടെയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരയിലൂടെ ഒഴുകുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ഈ വൻകരയിൽ കാണാം. Africa is the second largest continent. It is located between the Indian Ocean and the Atlantic Ocean.
It stands second in population. Most of the regions are desert, hence agriculture is sparse. The Sahara, the world's largest desert, is located here. The Nile, the world's longest river, flows through this continent. Dense forests with the world's richest animal diversity exist in this continent. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രവർത്തനം 1. സാമൂഹ്യശാസ്ത്ര പ്രശ്നോത്തരിക്കായി ഏഷ്യ വൻകരയെക്കുറിച്ച് 5 ചോദ്യങ്ങളും ഉത്തരങ്ങളും കണ്ടെത്തി എഴുതുക. Activity 1. Write 5 questions and answers about Asia for the social science quiz. ഏറ്റവും വലിയ വൻകര ഏഷ്യ. ഏഷ്യൻ വൻകരയ്ക്ക് സമീപമുള്ള സമുദ്രം ഇന്ത്യൻ സമുദ്രം. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള വൻകര ഏഷ്യ. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന വൻകര ഏഷ്യ. നെൽകൃഷി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വൻകര ഏഷ്യ. ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ് ഏഷ്യ. Which oceans is situated near Asian continent? Indian Ocean. Which is the most populated continent? Asia. In which continent is Mount Everest situated? Asia. Which continent is the largest producer of paddy in the world? Asia. അടുത്തത് കംപ്ലീറ്റ് ദ വേർഡ് വെബ്. പദസൂര്യൻ പൂർത്തിയാക്കുക. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ളത് ആഫ്രിക്കയ്ക്കാണ്. സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ്. ജനസംഖ്യയിൽ 2ാം സ്ഥാനം. സെക്കൻഡ് പോപ്പുലേറ്റഡ് കോണ്ടിനെന്റ്. നൈൽ നദി, നൈൽ റിവർ. കൂടുതൽ വന്യജീവി സമ്പത്ത് ആഫ്രിക്ക. റിച്ചസ്റ്റ് ആനിമൽ ഡൈവേഴ്സിറ്റി. കൂടുതൽ പ്രദേശങ്ങൾ മരുഭൂമിയാണ്. മോസ്റ്റ് റീജിയൻസ് ആർ ഡെസേർട്ട്സ്. സഹാറ മരുഭൂമി, സഹാറ ഡെസേർട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്